പിതൃക്കളെ നമസ്കരിച്ച് എള്ള്, പൂവ്, ചന്ദനം ഇത്യാദികൾ ഇലയിലേക്ക് വെക്കുക. പിണ്ടം നനച്ച ഇലയിൽ വെച്ച് ഇല മടക്കി 3 പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് നമസ്കരിച്ച് ജലത്തിൽ മുങ്ങുക. എഴുന്നിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളൂ. കോടതി വിധിയെ കുറിച്ച് എന്താണ് അഭിപ്രായം? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇപ്പൊ നിങ്ങളുടെ കോടതി പറയുന്നത് ഞാൻ നിരപരാധിയാണെന്ന്. പക്ഷെ മരിച്ചു എന്റെ അമ്മയുടെ മുമ്പിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കുറ്റവാളിയാ. സ്വന്തം മകന്റെ ദുർവിധി ഓർത്ത് ഹൃദയം പൊട്ടി മരിച്ച എന്റെ അമ്മയെ സത്യം ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ കോടതിക്ക് പറ്റുമോ? എന്നെ പോലെ നിരപരാധികളായ ഒരു അച്ഛൻ 2 മക്കളോടെ കിടപ്പുണ്ട്. ആശുപത്രിയിൽ വിഷം കഴിച്ച മരണത്തെ കാത്ത് ചെല്ലാതും പോയി ഷൂട്ട് ചെല്ലേ. സാർ ഇല്ലാത്ത കാരണം ഞാൻ സൂപ്രണ്ടിന്റെ കയ്യിൽ നിന്ന് ചീത്ത കേട്ടു. ഡെസ്പാച്ച് സെക്ഷനിലെ ഫയലിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചു. ഫയൽ സാറിന്റെ ആയിരുന്നില്ലേ? അല്ല, ഇന്നലെ എന്തു പറ്റി? എവിടെയായിരുന്നു? കൂട്ടപ്രാർത്ഥനയായിരുന്നു. സത്യം പറഞ്ഞ പ്രാർത്ഥന എന്ന് പറഞ്ഞ ഇവരുടെ പ്രാർത്ഥനയാ പ്രാർത്ഥന. കർത്താവ് ചെവിയും പൊത്തിക്കൊണ്ട് ഇറങ്ങി വരും. ഇത്ര ഉച്ചത്തെ മനുഷ്യൻ എങ്ങനെയാ പാടുന്നേ? അല്ല സാറമ്മ സാറേ, നിങ്ങളും ക്രിസ്ത്യാനികളല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ഈ ഗാനമേള പരിപാടി ഒന്നും ഇല്ലേ? ഞങ്ങൾ രണ്ടും 2 സെക്ഷനാ ശശി. അതെ അതെ, ഞങ്ങൾ കറുത്ത ക്രിസ്ത്യാനികള്, ഇവര് വെളുത്ത ക്രിസ്ത്യാനികള്. സാമുൽ സാർ അങ്ങനെ പറയരുത്. സാറിന്റെ ഭാര്യ ലില്ലിക്കുട്ടി സാറിനെ നിറവും ജാതി നോക്കിയാ പ്രേമിച്ചത്. അവളുടെ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കിയത് കൊണ്ടല്ലേ സ്വന്തക്കാരെയും ബന്ധുക്കളെയും ശത്രുക്കളാക്കി ഞാൻ മതം പോലും മാറിയത്. ഹിന്ദു ആയിരുന്ന സാറ് ക്രിസ്ത്യാനി ആയതും ഓക്കെ, പിന്നീട് പെന്തക്കോസ്ത് സഭയിലേക്ക് ചേക്കേറിയതോ? വ്യക്തമായൊരു മറുപടി സാറിന് പറയാനുണ്ടോ? സാമൂഹ്യ പരിഷ്കർത്താവായ പൊയ്കയിൽ അപ്പച്ചൻ പാടിയിട്ടുണ്ട്, ഹിന്ദുമതത്തിന്റെ പുറം വഴിയെ നമ്മൾ അനാഥരെ പോലെ നടന്നതില്ലേ, ക്രിസ്തുമതത്തിന്റെ പുറം വഴിയെ നമ്മൾ അനാഥരെ പോലെ നടന്നതില്ലേ, ഹിന്ദു മതക്കാരും ചേർത്തതില്ല നമ്മെ, ക്രിസ്തു മതക്കാരും ചേർത്തതില്ല. സവർണ ശക്തിക്കെതിരെയുള്ള അടിസ്ഥാന വർഗത്തിന്റെ ചെറുത്തുനിൽപ്പായിരുന്നു എന്നും മതം മാറ്റി. അതിലൊരാളാണ് നമ്മുടെ സാമുവൽ. അതാണ് നമ്മുടെ ജാതിയുടെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിന്റെ ജാതിയും. മനസ്സിലായോ? ശേഖരന് മരുതോറമ്പിലെ ജോസഫ് സാറിന് അറിയാവോ? അത്ര അടുത്ത് പരിചയമില്ല, എന്നാലും അറിയും. പുള്ളിക്കാരനല്ല, പുള്ളിക്കാരന്റെ മകനെ കുറിച്ച് അറിയേണ്ടത്. ആരാ, തമ്പിയോ? തമ്പിയല്ല, പുള്ളിയുടെ അനിയൻ ജോർജ് ജോസഫ്. ആളെങ്ങനെയാ? എന്താ വല്ല കല്യാണാലോചന മറ്റാണോ? ഞാനെന്താ ഉച്ചയ്ക്ക് മരുതപുറമ്പിലെ ജോസഫ് സാറിന്റെ മോന്റെ കാര്യം തിരക്കിയത്? അത് പിന്നെ ജോസഫ് സാറിന്റെ മകൻ ജോർജ് കുട്ടി ന്യൂമാൻസിൽ മെഡിക്കൽ ആൻഡ് കോച്ചിങ് തുടങ്ങുന്നു കേട്ടു. അതിനയാളുടെ സ്വഭാവം എന്തിനാ അറിയുന്നേ? അടുത്ത മാർച്ചിലെ പരീക്ഷ കഴിഞ്ഞാൽ ഈ സമയം ഒന്ന് കോച്ചിങ്ങിന് വിട്ടാലൊന്ന് ആലോചിക്കുകയായിരുന്നു. പ്രായപൂർത്തിയായിരുന്ന പെൺകുട്ടിയല്ലേ, ആലോചിക്കാണ്ടൊക്കെ. ഓ, തന്റെ ഒരു കാര്യം. എന്റെ സാമൂലെ, ഈ പരീക്ഷയുടെയും പഠിത്തത്തിന്റെയും ടെൻഷൻ പിള്ളേരൊന്ന് റെസ്റ്റ് എടുത്ത് തീർക്കട്ടെ. ഇത്രയും നാളും കാലത്തും വൈകിട്ടും ട്യൂഷനായിരുന്നു. അത് തീർന്നപ്പോ എൻട്രൻസ് കോച്ചിങ്. അവറ്റകളും മനുഷ്യക്കുട്ടികളാണോ? ശേഖരനത് പറയാ, 3 എണ്ണം ഉള്ളതിൽ ബുദ്ധിക്ക് ഇത്തിരി തെളിച്ചുള്ളത് യുവക്കാ ലിസമ്മക്കേ. അതിനൊരു കര പറ്റിക്കണം. ലില്ലിക്കുട്ടിയുടെ ആഗ്രഹം വരുന്നു അത്. കർത്താവിന് സ്തോത്രം. ഞങ്ങള് നേരത്തെ ആയിപ്പോയോ അതോ സാമുൽ സാർ താമസിച്ചു പോയോ? ഞാനിത്തിരി താമസിച്ചു. ടൗണിൽ നിന്നിട്ട് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അല്ല, വരൂന്നല്ലാതെ ഇന്ന് വരുന്നു ആവശ്യം പറഞ്ഞില്ല. ആളെത്തിപ്പോയി.
ഇത് ഇമ്മാനുവൽ സാറ് പയ്യന്റെ ചേട്ടനാ. പറഞ്ഞു വരുമ്പോ നമ്മുടെ നാട്ടുകാരനാ, പുല്ലാട്. വാട്ടർ അതോറിറ്റിയിലാ. ഇത് പിന്നെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പയ്യൻ ഇത് മൂത്ത കാരണോടെ ഭാര്യ റോസക്കുട്ടി സാറ്, ചെറുതോണി പഞ്ചായത്ത് ഓഫീസിലാ. പെങ്കൊച്ചിനെ ഇന്ന് തന്നെ കാണിച്ചു കൊടുക്കണമെന്ന് ഒരേ നിർബന്ധം. എന്നാ അങ്ങനെ ആട്ടെ എന്ന് ഞാനും. എന്നാ വാവച്ചൻ പിന്നെ ഒന്ന് പെൻഡിങ്ങിലൊക്കെ കൂടുതലല്ലോ. ഞാനിപ്പോ വരാം. മോള് പാല് കുടിച്ചാലേ അമ്മ നീ പോന്നു. ഇതാരാ? അപ്പാപ്പന്റെ ചക്കര കുട്ടിയാ. എടി കൊച്ചേ, അവര് നിന്നെ കാണാൻ വന്നതാ, അല്ലാതെ ഇന്ന് കെട്ടിക്കൊണ്ടൊന്നും പോകത്തില്ല. അവര് വന്നിട്ട് തോനെ നേരായി സാറേ. കൊച്ചിനെ എവിടെ നിർത്തിയിട്ട് മോളെ വിളിപ്പിക്കേ. മധുവമ്മേ, ആ ചായ എടുത്തേ. സാമുവൽ സാറ് കുമ്പനാട്ടുകാരനാ. 20 കൊല്ലമായിട്ട് ഇവിടെ. 26 തികയുന്നു ഈ മാർച്ച് കഴിയുമ്പോ. കൊച്ചിന്റെ പേരെന്നാ? ഷേർലി. സാമുവൽ സാറിന്റെ ഭാര്യ ഹെൽത്ത് സർവീസിലായിരുന്നു. ഒരു 17 വർഷമായി കാണുമില്ലേ സാറേ? മഞ്ഞപ്പിത്തമായിരുന്നു. ആൾക്കാരുടെ രക്തം പരിശോധിച്ച് രോഗം കണ്ടുപിടിക്കുന്ന ആള് സ്വന്തം രോഗം കണ്ടുപിടിച്ചില്ല. ലാബറട്ടറി ടെക്നീഷ്യൻ ആയിരുന്നു. ചടങ്ങ് പ്രകാരം അങ്ങോട്ട് വരാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. സാറിന്റെ കല്യാണം ഒരു ഏടാകൂടം ആയിരുന്നേ. പ്രേമവിവാഹത്തിന് ഏടാകൂടം എന്നാണോടോ പറയാ? ലില്ലിക്കുട്ടിയും ഞാനും 1ാം ക്ലാസ് മുതൽ കോളേജ് വരെ ഒരുമിച്ച് പഠിച്ചവരാ. തിരുവല്ല മാർത്തോമ കോളേജില്. ഇമ്മാനുവൽ സാറും അവിടാ പഠിച്ചത്. സാമുവൽ സാറിന്റെ ഒളിച്ചോട്ടവും കല്യാണവും മതമാറ്റവും ഒക്കെ പാവച്ചൻ പറഞ്ഞു ഒരു സിനിമാ കഥ പോലെ വിവരിച്ച്. അതെ അതെ, രണ്ടും പാട്ടും ഒക്കെ ഉള്ള ഒരു സിനിമാ കഥ. കഥയുടെ അവസാനം കുറച്ച് ട്രാജഡി ആയിപ്പോയി. നായകനെ തനിച്ചാക്കി നായിക അങ്ങോട്ട് പോയി. ഒക്കെ ദൈവത്തിന്റെ ഓരോ പദ്ധതികള്, അല്ലാതെ എന്താ. ഈ സമയം ഇവിടെ ഉണ്ടായിരുന്നോ? സാറിന്റെ മൂത്ത മകളാ. പൈനാവിൽ അയച്ചിരിക്കുന്നത്. ചെറുക്കൻ സെയിൽ ടാക്സിലെ ഡ്രൈവറാ. അതിന്റെ ഇടപാട് ഞാനായിരുന്നു. അല്ല, ഇളയ കൊച്ചു പള്ളിക്കൂടത്തിന്ന് വന്നില്ലായോ? +2 പഠിക്കുന്നത്. ലിസമ്മ എല്ലാത്തിനും ഫസ്റ്റാ. അതിനെ ഒരു ഡോക്ടർ ആക്കണമെന്നാ സാമുവൽ സാറിന്റെ ആഗ്രഹം. അല്ല, ഇപ്പോഴത്തെ കാലത്ത് ഡോക്ടറാക്കാൻ ശ്രമിച്ചെങ്കിലേ പിള്ളേര് നഴ്സെങ്കിലും ആകൂ. ഷേർലി, മോളുടെ പേരെന്നതാ? അയ്യോ, വലിയ പാട്ടുകാരി മിമിക്രിക്കാരി ഒക്കെയാ. ആ മിമിക്രി ഒന്ന് കാണിച്ചു കൊടുത്തേ മോളെ. രണ്ടുപേരുടെ ആയിക്കോട്ടെ മോളെ. ഇനി ആ സുരേഷ് ഗോപി ഒന്ന് കാണിച്ചേ. വീസ വല്ല പുക്കാർ ഒപ്പിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ആ അതേന്നാ തോന്നുന്നേ. വന്ന് കയറി കുറച്ചു നേരം മുറിക്കാത്തിരുന്ന് ഭയങ്കര കരച്ചിലായിരുന്നു. എന്നതാന്ന് ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല. നയന പറഞ്ഞു ഇന്നലെ രാത്രി ജോണിച്ചായനുമായി മുട്ടം വഴക്കായിരുന്നെന്ന്. ജോണിച്ചായനെ സസ്പെൻഡ് ചെയ്തേക്കുവാ. ജീപ്പിന്റെ ബാറ്ററി എടുത്ത് ബാർ കൊണ്ട് വിറ്റെന്നു. ബാറ്ററിയല്ലേ വിറ്റുള്ളൂ. അവന്റെ കുടിയുടെ ചെലവ് വെച്ച് നോക്കി ജീപ്പാ വിൽക്കേണ്ടത്. പപ്പ ഒന്നും ചോദിക്കണ്ട. ചോദിച്ചാ പിന്നെയും കരച്ചിൽ തുടങ്ങും. ഞാനൊന്നും ചോദിക്കുന്നില്ല. കൊമ്പത്തെ തറവാട്ടിന്നൊരു ബന്ധം വന്നപ്പോ ഒന്നും അന്വേഷിച്ചില്ല. പഠിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ പിടിച്ച് ഒക്കെ അവളുടെ തലയിലെഴുത്ത്. എന്താടി, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖാ പപ്പ. ജോണിക്കുട്ടി എന്ത് പറയുന്നു? ജോണിച്ചായന് ഈ ആഴ്ച ഓഫീസിൽ കുറച്ച് ദൂരേക്ക് ഓട്ടോ ഉണ്ട്. തിരുവനന്തപുരത്തോ കോട്ടയത്തോ എങ്ങാണ്ടൊക്കെയോ പോണം. പിന്നെ സിസ്ലാമ്മ അവിടെ ഇല്ല. ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് കരുതി ഞാനിങ്ങ് പോന്നതാ. അല്ല പപ്പ, ഈ വന്ന കൂട്ടർ എത്ര ചോദിക്കുന്നേ? അവരത്രക്കാരൊന്നുമല്ല. നമ്മൾ എത്ര കൊടുത്ത് കൊച്ചിന് ഇറക്കുന്നു അത്രയും. കച്ചവടക്കാർ എത്രയായി ഇവിടെ ഒന്ന് കാപ്പിയും കുടിച്ചിട്ട് പോയത്? 3 ലക്ഷം രൂപ സ്വത്ത് വീതം വെക്കും ഒരു ഭാഗം. അതിന് പപ്പ വല്ല വഴിയും കണ്ടിട്ടുണ്ടോ? നിനക്കെന്തായാലും ഒരു സംശയം? എടി, നിന്റെ പപ്പ ഈ ഏരിയയിൽ ഒരു പണച്ചാക്ക. ചാക്കിന്റെ ഇടയിൽ ഒരു വലിയ ഓട്ടോ ഉണ്ടെന്ന് മാത്രം. ഈ കൊച്ചിന്റെ കയ്യിൽ ആരെ എടുത്തു കൊടുത്തേ? ആ, മോള് വലുതാവുമ്പോ അപ്പൊ അപ്പഴത് മോൾക്കായിട്ട് തരും കേട്ടോ.
എടി കൊച്ചേ, ഇത് വായിച്ചു കേൾപ്പിച്ച ഈ അപ്പാപ്പൻ നിന്റെ വല്യമ്മച്ചിയെ തറവാട്ടിന്ന് ചാടിച്ചോണ്ട് വന്നത്. പണ്ട് അമ്മച്ചി ഉണ്ടായിരുന്ന കാലത്തെ ഒന്നും രണ്ടും പറഞ്ഞ് പപ്പയോട് പിണങ്ങിക്കഴിഞ്ഞാൽ പപ്പ ഇതെടുത്ത് തട്ടി ശബ്ദം ഉണ്ടാക്കും. അതോടെ അമ്മച്ചിയുടെ പിണക്കം പമ്പ കിടക്കും. ഒരു കള്ളച്ചിരിയോടെ ഇതിന്റെ ശബ്ദം കേട്ട് നിൽക്കുന്ന അമ്മച്ചിയുടെ രൂപം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഒത്തിരി ഇണക്കങ്ങളും പിണക്കങ്ങളും കണ്ടതാടി പിള്ളേരെ ഇത്. അഞ്ചരക്കുള്ള സെന്റ് ജോർജ് വന്നു തോന്നുന്നു. ഇന്ന് ലിസമോക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടുന്ന ദിവസമാണ്. സൗമിനി മാഡം, ഞങ്ങളുടെ ലിസമ്മ മാഡം അഞ്ചരക്കുള്ള വണ്ടിക്കില്ലായിരുന്നോ? ഇല്ലായിരുന്നു, ചിലപ്പോ സ്പെഷ്യൽ ക്ലാസ് കാണും. ആ, സൗമിനി മാഡത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിയോ? കിട്ടി. ആ, എങ്ങനെ, ഡോക്ടറോ എഞ്ചിനീയറോ? സയൻസിന് 80%. ആ, കൺഗ്രാജുലേഷൻസ്. ഇവിടുത്തെ കക്ഷിക്ക് സയൻസിലേക്ക് മാർക്ക്. പീര് മേഡം അങ്ങനെ ഡോക്ടർമാരെ കൊണ്ട് നിറയട്ടെ. പ്രോഗ്രസ് കാർഡ് കിട്ടട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ ഡോക്ടർ ആക്കണോ എഞ്ചിനീയർ ആക്കണോന്ന്. പപ്പ എന്നാത്തിനെത്ര ചിരിക്കുന്നേ? പഠിക്കാനുള്ള കഴിവ് ദൈവം എല്ലാവർക്കും തന്നു വരത്തില്ല. ഇല്ല, സമ്മതിച്ചു. പക്ഷെ എന്തെങ്കിലും ഒരു കഴിവ്, എന്തെങ്കിലും. ആ, നീ പോയ ഷർട്ടും തോർത്തെടുത്തിട്ട് വാ. സെന്റ് മേരീസ് വരുമ്പോൾ നേരെ കിട്ടും. ഞാൻ പോയി ലിസമയെ കൂട്ടിട്ട് വരാം. ഈ പപ്പ അവള് വലിയ പഠിത്തക്കാരെയാണെന്നും പറഞ്ഞെടുത്ത് തലയിൽ വെച്ചേക്കുവാ. വണ്ടി ഇറങ്ങി കഴിഞ്ഞാൽ എത്ര പേര് വഴിക്ക് വരാനുണ്ട്. അവരുടെ കൂടെ അവളിങ്ങ് പോരും. ഇള്ളക്കുട്ടിയൊന്നല്ലല്ലോ. ആ, ഇള്ളക്കുട്ടിയല്ല, അതാ പ്രശ്നം. എന്റെ മോളി ബസ്സിലുണ്ടായിരുന്നില്ലേ? സെന്റ് തോമസ് പഠിക്കാൻ കുട്ടിയല്ലേ? സ്കൂൾ പിള്ളേർ ആരും ഈ ട്രിപ്പിലുണ്ടായിരുന്നില്ലല്ലോ.